അതിൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്നതിനു മുമ്പ് ചരിത്രത്തിന്റെ താളുകളിൽ സാമ്രാജ്യങ്ങളുടെയോ രാജാക്കന്മാരുടെയോ പേരുകൾ കുറിക്കപ്പെടുന്നതിനും എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഋഷിമാരുടെ ധ്യാനത്തിൽ ഒരു ഭൂപടം തെളിഞ്ഞു വന്നു. സൂര്യപ്രകാശത്തിലേക്ക് വിടർന്നു നിൽക്കുന്ന ഒരു താമരപ്പൂവ് പോലെ പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന അർത്ഥങ്ങളുടെ ഒരു മണ്ഡലമായിരുന്നു അത്. വിഷ്ണു പുരാണവും മാർക്കണ്ഡേയ പുരാണവും ഭാഗവതവുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, പ്രപഞ്ചമെന്നത് 7 കേന്ദ്രീകൃത ദ്വീപ് ഭൂഖണ്ഡങ്ങളാൽ അഥവാ സപ്തദ്വീപുകളാൽ ചുറ്റപ്പെട്ട ഒന്നാണ്. ഉപ്പുവെള്ളം, കരിമ്പിൻ നീര്, മദ്യം, നെയ്യ്, തൈര്, പാൽ, ശുദ്ധജലം എന്നിവയാൽ നിറഞ്ഞ കടലുകൾ ഈ ദ്വീപുകളെ വലയം ചെയ്തിരിക്കുന്നു. ഈ പ്രപഞ്ചഘടനയുടെ തിളങ്ങുന്ന കേന്ദ്ര ബിന്ദുവാണ് ജംബൂദ്വീപ്. ആനകളുടെ വലിപ്പമുള്ള ഞാവൽപ്പഴങ്ങൾ പഴുത്തു വീഴുന്ന, ആ പഴങ്ങളുടെ നീരൊഴുകി സ്വർണ്ണ മണലായി മാറുന്ന ജംബൂ നദിയുള്ള വിസ്മയഭൂമി. ഈ ദ്വീപിന്റെ മധ്യത്തിലാണ് പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടായ സ്വർണ്ണ നിറമുള്ള മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. മേരുവിന്റെ കൊടുമുടിയിൽ ബ്രഹ്മാവിന്റെ നഗരമുണ്ട്. അവിടെ നിന്നാണ് ആകാശഗംഗ 4 ദിക്കുകളിലേക്കുമായി ഒഴുകിയിറങ്ങുന്നത്. 8 വലിയ പർവ്വതനിരകൾ ജംബൂദ്വീപിനെ 9 ദേശങ്ങളായി തിരിക്കുന്നു. ഇതിൽ ഹിമാലയത്തിന് തെക്കായും 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ തെക്കേയറ്റത്തെ ഭൂമിയാണ് ഭാരതം. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകനായ ഭരതന്റെ നാട്. പുരാണങ്ങൾ ഇതിനെ കർമ്മഭൂമി എന്ന് വിളിക്കുന്നു. ആത്മാക്കൾക്ക് തങ്ങളുടെ കർമ്മങ്ങളിലൂടെ മോക്ഷം നേടാൻ കഴിയുന്ന ഒരേ ഒരു പുണ്യഭൂമി. മനുഷ്യവാസമുള്ള പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രതീകമായിരുന്നു ജംബൂദ്വീപ്. അതിന്റെ ഹൃദയമിടിപ്പായിരുന്നു ഭാരതവർഷം. ബുദ്ധ ജൈന പ്രപഞ്ചശാസ്ത്രത്തിലും ഇതേ ഘടന കാണാം. ബുദ്ധമതത്തിൽ ബുദ്ധന്മാർ ജനിക്കാൻ യോഗ്യമായ ഒരേ ഒരു ഭൂമിയായി ഇതിനെ വാഴ്ത്തുമ്പോൾ, ജൈന ഗ്രന്ഥങ്ങളിൽ യോജനകളുടെ കൃത്യതയോടെ ഇതിന്റെ വിസ്തൃതി അളന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പേർഷ്യൻ അക്കീമെനിഡുകൾ ഹിന്ദുഷ് എന്നും ഗ്രീക്കുകാർ ഇൻഡോസ് എന്നും ചൈനീസ് യാത്രികർ ഭയഭക്തി ബഹുമാനത്തോടെ ഷൈന്ദു എന്നും വിളിച്ചപ്പോൾ അവർ യഥാർത്ഥത്തിൽ തൊട്ടറിഞ്ഞത് പ്രപഞ്ചത്തിന്റെ ഈ ഹൃദയമിടിപ്പിനെയായിരുന്നു. സരസ്വതി നദിയുടെ വറ്റാത്ത ഉറവകൾ പോലെ തക്ഷശിലയിലെയും നളന്ദയിലെയും വിജ്ഞാനാഗ്നിയിലേക്ക് ലോകം മുഴുവൻ ഇരച്ചെത്തിയപ്പോൾ ജംബൂദ്വീപ് വെറുമൊരു ഭൂപടമല്ലാതായി മാറി. അത് കാലത്തെ വെല്ലുവിളിക്കുന്ന മരണമില്ലാത്തൊരു സംസ്കാരത്തിന്റെ വിശ്വരൂപമായി മാറി. യുഗങ്ങൾ മാറിമറിഞ്ഞു. പുരാണങ്ങളുടെ ആകാശത്തു നിന്നും ചരിത്രത്തിന്റെ ഭൂമികയിലേക്ക് കാലം രക്തവും വിയർപ്പുമൊഴുക്കി ഇറങ്ങി വന്നു. ഋഷിമാരുടെ തപസ്സിൽ വിരിഞ്ഞ ആ മഹാമണ്ഡലത്തിന്റെ അതിരുകൾ കാക്കാൻ ചരിത്രം പിന്നീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്കായിരുന്നു. സിന്ധുവിന്റെ തീരങ്ങളിൽ വെണ്ണക്കല്ലിൽ തീർത്ത അമ്പരചുംബികളായ നഗരങ്ങൾ തീർത്ത ശില്പികൾ തൊട്ട് മൺസൂൺ കാറ്റിനെ മെരുക്കി റോമാ സാമ്രാജ്യത്തിന്റെ സ്വർണ്ണ കപ്പലുകളെ മുസിരിസിന്റെ മണ്ണിൽ ചങ്ങലക്കിട്ട ചേരരാജാക്കന്മാർ വരെ, അലക്സാണ്ടറിന്റെ ലോക വിജയത്തിന്റെ രഥചക്രങ്ങളെ വ്യാസനദിയുടെ തീരത്ത് ഭയന്ന് വിറപ്പിച്ചു നിർത്തിയ നന്ദ സാമ്രാജ്യത്തിന്റെ ആനപ്പട, ചാണക്യന്റെ തീക്ഷ്ണ ബുദ്ധിയിൽ ചക്രവർത്തി പദമേറി മൗര്യസിംഹാസനത്തിലിരുന്ന അഫ്ഗാൻ മുതൽ കലിംഗ വരെ ധർമ്മത്തിന്റെ അശോക സ്തംഭങ്ങൾ നട്ടുവളർത്തിയ ചക്രവർത്തിമാർ. അവർ ആരോ ആകട്ടെ, അവർ പാട്ടുകാരായിരുന്നു. അവർ അക്ഷരങ്ങളിൽ എഴുതി വച്ചില്ല, പകരം ശ്വാസത്തിലും ഓർമ്മയിലും മാത്രം സൂക്ഷിച്ചു. ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ 3000 വർഷങ്ങൾ ഒരേടിൽ പോലും കുറിക്കപ്പെടാതെ വാമൊഴിയായി മാത്രമായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അണുവിടമാറാതെ പകർന്നു പോന്നു. അക്ഷരങ്ങൾ മണ്ണടിയാം, സാമ്രാജ്യങ്ങൾ തകർന്നടിയാം. എന്നാൽ വാമൊഴിയായി പകർന്നു നൽകിയ ഒരൊറ്റ സ്വരവും തെറ്റിപ്പോകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ഓരോ ശാഖകളിലെയും കുടുംബങ്ങൾ ഭാരദ്വാജ, വസിഷ്ഠ, വിശ്വാമിത്ര കുലങ്ങൾ മന്ത്രങ്ങളെ നേരെയും തിരിച്ചും ചൊല്ലി പദപാഠം, ജഡാപാഠം എന്നിവയാക്കി മനഃപ്പാഠമാക്കി. പിന്നെ യുദ്ധമുണ്ടായി. യജ്ഞാഗ്നിയുടെ അഗ്നിജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ പ്രകൃതിയുടെ ഓരോ ശക്തിക്കും അവർ ദൈവത്തിന്റെ മുഖം നൽകി. ഇന്ദ്രന്റെ വജ്രായുധം മേഘങ്ങളെ കീറിമുറിച്ച് മഴ പെയ്യിപ്പിച്ചപ്പോൾ അഗ്നി മർത്യന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനകളെ അമർത്യരുടെ സഭയിലേക്ക് എത്തിക്കുന്ന ദൂതനായി. ദാസരാജ്ഞം, 10 രാജാക്കന്മാരുടെ മഹായുദ്ധം പരിശ്രുതമായ പരുഷ്ണി നദിക്കരയിൽ അരങ്ങേറിയപ്പോൾ ഭാരതന്മാരുടെ രാജാവായ സുദാസ് 10 ഗോത്രങ്ങളുടെ കൂട്ടായ്മയെ തകർത്തെറിഞ്ഞു. ജനങ്ങൾ എന്ന് വിളിക്കപ്പെട്ട ആ ഗോത്ര സമൂഹങ്ങൾ അവരുടെ പ്രിയപ്പെട്ട രാജന്മാർക്ക് കീഴിൽ അണിനിറഞ്ഞു. സഭകളിലും സമിതികളിലും വയോധികരും യോദ്ധാക്കളും ഒത്തുചേർന്ന് ഗോത്രത്തിന്റെ ഭാവി നിർണയിച്ചു. ഗോക്കൾ സമ്പത്തായി മാറിയ, പശുക്കൾക്കായി ഗോപതിമാർ പടവെട്ടിയ സ്വതന്ത്രമായ കാടുകളുടെയും നദികളുടെയും കാലമായിരുന്നു അത്. ആണ്ടുകൾ പിന്നെയും കടന്നുപോയി. BC 12-ാം നൂറ്റാണ്ടോടെ കാടുകൾ വെട്ടിത്തെളിക്കാൻ അവർക്കൊരു പുതിയ ആയുധം ലഭിച്ചു. കൃഷ്ണായസ് അഥവാ ഇരുമ്പ്. വടക്കു പടിഞ്ഞാറൻ തടങ്ങളിൽ നിന്നും കിഴക്കോട്ട് ഗംഗയുടെയും യമുനയുടെയും ഫലഭൂഷ്ടമായ സമതലങ്ങളിലേക്ക് ആര്യന്റെ ദൃഷ്ടി പതിഞ്ഞു. ശതപഥ ബ്രാഹ്മണം ആ മഹത്തായ പൗരസ്ത്യ പ്രയാണത്തെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. വിദേഹ മാധവനും അദ്ദേഹത്തിന്റെ പുരോഹിതനായ ഗോതമ രാഹുഗണനും അഗ്നി വൈശ്വാനരനെ പിന്തുടർന്നു.
സരസ്വതിയിൽ നിന്നും പുറപ്പെട്ട അഗ്നി വഴിയിലുള്ള സമതലങ്ങളെയെല്ലാം കത്തിച്ചു ചാമ്പലാക്കി കിഴക്കോട്ട് കുതിച്ചു. എന്നാൽ വടക്കൻ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തിയ സദാനീര നദിക്കരയിലെത്തിയപ്പോൾ അഗ്നിക്കതിനെ ദഹിപ്പിക്കാനായില്ല. യാഗങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും ബാഹ്യ ചടങ്ങുകളിൽ നിന്നും മനസ്സുണർന്നപ്പോൾ വൈദിക ഋഷിമാർ കാടുകളിലേക്ക് നടന്നുകയറി. അവിടെ വെച്ചാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ദാർശനിക ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകൾ ജന്മമെടുക്കുന്നത്. ഇതാണ് ഭാരതവർഷം, ഭരതന്റെ നാട്. മനുഷ്യർ ഒത്തുചേരുന്നതിനു മുമ്പേ താൻ ഒരേ സമയം ഒന്നുമാണെന്നും അനേകമാണെന്നും ഉറപ്പിച്ച ഒരു മണ്ണ്. ചരിത്രകാരിയായ ഡയാന എക്ക് ഇതിനെ ഒരു പവിത്ര ഭൂമിശാസ്ത്രമെന്ന് വിളിക്കുന്നു. ഭരണകൂടങ്ങളല്ല, മറിച്ച് തീർത്ഥാടനങ്ങളാണ് ഈ ഉപഭൂഖണ്ഡത്തെ കൂട്ടിയിണക്കിയത്. അതിർത്തികൾ വരയ്ക്കപ്പെടും മുമ്പേ ഇവിടുത്തെ സാധാരണ മനുഷ്യർ കാൽനടയായി നടന്നു തീർത്ത ഒരു ആത്മീയ ഭൂപടം. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ നദീസൂക്തം പ്രകൃതിയുടെ മാതാക്കളായ പുണ്യനദികളെ പേര് വിളിച്ചുണർത്തുന്നു. മണ്ണിൽ അക്ഷരങ്ങൾ രൂപപ്പെടുന്നതിനു മുമ്പേ മനുഷ്യന്റെ ദാഹത്തിനും ആത്മാവിനും അമൃതേകിയ ആദി കാവ്യങ്ങളാണ് ഈ നദികൾ. ദ്രാവിഡ കവികളും വൈദിക ഋഷിമാരും ബുദ്ധഭിക്ഷുക്കളും ചാർവാകന്മാരും സൂഫികളും ഭക്തന്മാരും പശ്ചാത്തപിച്ച ചക്രവർത്തിമാരും അടക്കി ഭരിച്ച സാമ്രാജ്യങ്ങളും നിശബ്ദരാക്കപ്പെട്ടവരും ശബ്ദമുയർത്തിയവരും ഒത്തുചേർന്ന ഒരു മഹാപ്രവാഹമാണിത്. എൽ ബാഷാം ഇതിനെ അത്ഭുതമെന്ന് വിളിച്ചു. വെൻഡി ഡോണിഗർ ഇതിനെ ബഹുസ്വരത എന്ന് വിളിച്ചു. അമർത്യ സെൻ ഇതിനെ സംവാദമെന്നും ഡയാന എക്ക് ഇതിനെ പവിത്രമെന്നും വിളിച്ചു. സാരേ ജഹാം സെ അച്ഛ. ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലാമ ഇഖ്ബാൽ തൻ്റെ നാവിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക് പകർത്തിവെച്ച ആ വരികൾ ഇന്നും കേൾക്കുമ്പോൾ പോരാടി ജയിച്ചു കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്ത് പുതിയ കൈകളിലേക്കും പകരും. പുരാതന കടലിൽ നിന്നും ഉയർന്നു വന്ന ഹിമാലയ പർവ്വതം ഇന്നും ഓരോ വർഷവും മില്ലിമീറ്ററുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ പൂർണ്ണമല്ല.